സുഭാഷിതം. സന്ധ്യ കഴിഞ്ഞ സമയം. സൂര്യൻ അസ്തമിച്ചു. മനുഷ്യൻ ചിന്തിച്ചു. ചിന്തിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ മഹത്വമാണ്. എല്ലായിടത്തും ഇരുട്ടാണ്. ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ആരാണ് എനിക്ക് സഹായി? പേടിക്കേണ്ട കൂട്ടുകാരാ, ഞാനുണ്ട്. ഒരു പ്രകാശരശ്മിയുടെ അഭയവചനം. നീ വെറും ഒരു ദീപം. ഇരുട്ടാണെങ്കിലോ എത്ര വലുതാണ്! എങ്ങനെ ഈ ഇരുട്ടിനെ മുഴുവൻ നീ ഇല്ലാതാക്കും? നീ സ്വല്പമാത്രം എനിക്ക് വഴികാട്ടിയാവുമെന്നോ? ഭയം വേണ്ട കൂട്ടുകാരാ, എൻ്റെ കൈ പിടിക്കൂ. ഞാൻ താങ്കൾക്ക് തൊട്ടു മുൻപിൽ കാൽപാദങ്ങൾ വെച്ച് കാണിച്ചു തരാം. പിന്നീട് അത് തുടരാം. താങ്കൾ ചലിച്ചുകൊണ്ടേയിരിക്കൂ. എൻ്റെ കർമ്മം ഞാൻ നിർവഹിക്കാം. മനുഷ്യൻ അതുതന്നെ ചെയ്തു. വലിയ അന്ധകാരം നീക്കി അവൻ മുന്നോട്ടു പോയി. ഭാരതീയ സംസ്കാരത്തിൽ വെളിച്ചത്തിന് സുപ്രധാനമായ സ്ഥാനമാണുള്ളത്. ദിവസവും വരാന്തയിൽ കൊളുത്തിവെച്ച ദീപം തരുന്ന സന്ദേശം അദ്വിതീയമാണ്. മറ്റേതു രാഷ്ട്രത്തിലാണോ ഇങ്ങനെയുള്ളത്? ദേവപീഠം ദീപാലങ്കൃതമാണ്. ലക്ഷദ്വീപം ഉത്സവമായി നടക്കുന്നു. ദീപാവലി ഉത്സവം നാം നടത്തുന്നു. ശുഭം കുരുത്വം ആരോഗ്യം ധനസമ്പദ ദുഷ്ടബുദ്ധി വിനാശായ ദീപജ്യോതിർ നമോസ്തുതേ. വളരെ പ്രസിദ്ധമാണ്. മംഗളകരമായ ആരോഗ്യം തരുന്ന, ധനസമ്പത്ത് തരുന്ന, ദുഷ്ടബുദ്ധി ഇല്ലാതാക്കുന്ന ഈ ദീപജ്യോതിക്ക് നമസ്കാരം. പ്രകാശം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വെറും ഇരുട്ടില്ലാതാക്കുന്ന വസ്തു മാത്രമല്ല, അറിവിൻ്റെ പ്രതീകമാണത്. ഒരു ദീപം മറ്റൊരു ദീപത്തെ തരുന്നു. ക്ഷീണം കൂടാതെ പല പല ദീപങ്ങളാകുന്നു. അറിവും അപ്രകാരം തന്നെ കൊടുക്കുന്തോറും ഏറുന്നു. സ്വല്പം അറിവ് എന്തിനാണ് എന്ന് കരുതരുത്. ആ അറിവും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാവും, മുന്നോട്ട് ഉള്ള കരുത്താവും. സൂര്യൻ ലോകത്തിന് പ്രകാശം തരുന്നു, എന്നാൽ എപ്പോഴും ഉണ്ടാവില്ല. രാത്രിയിൽ സൂര്യനില്ലല്ലോ. ലോകത്തിൽ വഴികാട്ടികളായ മാർഗദർശകർ, അറിവുള്ളവർ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. നമ്മുടെ അറിവാണ് അഭയം. പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾ. എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചിയറിയാം, എത്ര പൂവിൻ മണമറിയാം. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾ, അറിയാൻ ഒത്തിരി ഒത്തിരി ബാക്കി. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ഒത്തിരി ബാക്കി. പി മധുസൂദനൻ്റെ വരികളാണിവ. അതിവിശാലമായ ലോകത്തിൽ സ്വല്പം മാത്രം അറിവ് നാം നേടുന്നു. ഒരിക്കലും അർത്ഥജ്ഞാനം അപായമല്ല. അറിയാത്ത ബാക്കിയുള്ളതിനെക്കുറിച്ചുള്ള ആകുലതയാണ് വേണ്ടത്. പരന്ന കടലായി ജീവിതമങ്ങനെ ഇരമ്പിമറിയുന്നു. അതിൻ്റെ അലയൊലി ഇത്തിരി മാത്രം കാതിൽ അലയ്ക്കുന്നു. ഭൂമിയിലെ എല്ലാ സൃഷ്ടിയെയും, ഓരോ മൺതരിയെയും സ്നേഹിക്കുക. ഇലയെയും പ്രകാശരശ്മിയെയും സ്നേഹിക്കുക. വിജനമായ പ്രദേശത്ത് ഒറ്റപ്പെട്ടവന് ചെറുദീപം വലിയ ആശ്വാസമാണ്. ഈ സ്നേഹദീപം വലിയ വിശ്വാസമാണ്, ആശ്വാസമാണ്. വിശ്വം മുഴുവൻ പ്രകാശപൂർണമാക്കാം. നന്ദി, നമസ്കാരം. സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ.